രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രചരണം തുടങ്ങി. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ല. മത്സരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഈ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ടീമിൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ നിശബ്ദ പ്രചരണത്തിൽ മുഴുകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കുന്ന വോട്ട് പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറും. പാലക്കാട് രമേശ് പിഷാരടിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്വതന്ത്രനായി മത്സരിച്ചാലും താൻ വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിന് അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികൾ തെല്ലും ബാധിക്കുന്നില്ല അദ്ദേഹത്തിന് എന്നുള്ളതും ശ്രദ്ധേയം. പാലക്കാടുകാർ തൻ്റെ ഒപ്പമുണ്ടാകുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വാസത്തിന് അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ പ്രചരണം ആരംഭിച്ചതോടുകൂടി വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ്സാണ്. പാലക്കാട് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദിയാകും. അവിടെ ഡോക്ടർ പി സരിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചിരുന്നു. ഇത്തവണ വീണ്ടും അദ്ദേഹത്തെ തന്നെ മത്സരിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നു. രമേശ് പിഷാരടി വലതുപക്ഷ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. മറ്റൊന്ന് BJPയിലെ ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് മത്സരിക്കുന്നത് എന്നതും ഉറപ്പായി. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിന് നിർണായകമായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ സമ്പൂർണ്ണ പിന്തുണയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ അവർ ആദരവോടെ കാണുന്നു. രാഹുലിനെതിരെ വന്ന തുടർച്ചയായി വന്ന ലൈംഗിക ആരോപണങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി നിന്നു കഴിഞ്ഞാൽ നല്ലൊരോട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒഴുകിപ്പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ എങ്ങനെ തളയ്ക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോഴും. ആരോപണങ്ങളും അപവാദങ്ങളും ഒന്നും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. ജയിൽവാസം കഴിഞ്ഞെത്തിയപ്പോഴും അദ്ദേഹത്തിന് ഒരു ഭാഗം പേർ വലിയ സ്വീകരണമാണ് നൽകുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾക്കും ഇൻസ്റ്റാഗ്രാം കുറിപ്പുകൾക്കുമൊക്കെ ഫോളോവേഴ്സ് നിരവധി ഉണ്ട്. മാത്രമല്ല പാലക്കാട് യൂത്തിൻ്റെ ഒരു വികാരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. സ്വതന്ത്രനായി നിന്നാൽ ജയിക്കാൻ സാധ്യത കുറവാണെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പണ്ടത്തെ സഹപ്രവർത്തകനെ അല്ലെങ്കിൽ പണ്ടത്തെ യുവതുർക്കിയെ തന്നെയാകും എന്നുള്ളതും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ എല്ലാവരും തള്ളിപ്പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത്. മാത്രമല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു പ്രചരണം ആരംഭിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ രമേശ് പിഷാരടി പ്രചരണം തുടങ്ങിയിട്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നിശബ്ദമായി തൻ്റെ പ്രചരണം തുടരുകയാണ്. നിശബ്ദ പ്രചരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. താൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ജയിക്കാനാവില്ല എന്നുള്ള ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട്. മാത്രമല്ല യുവാക്കളുടെ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട്. നല്ല വോട്ട് യുവാക്കളുടെ ഭാഗത്ത് നിന്ന് നല്ല തോതിൽ വോട്ട് ശേഖരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രത്യേകത. ആ ആത്മധൈര്യമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാലക്കാട് വെള്ളം കുടിക്കും ഇത്തവണ എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് പാലക്കാട്.
BJPക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തലവേദനയായി മാറും.